പാലാ PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് ഗതാഗത വകുപ്പിന്റെ റൂട്ട് ഫോർമുലേഷൻ പദ്ധതിക്കായുള്ള ജനസദസ്സ് നടന്നു. ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമീണ പാതകളിൽ പുതിയ പെർമിറ്റിനായി നടപടികൾ. ബസ് സർവീസ് സംരംഭകനാകാൻ വായ്പയും തുണയും നൽകുന്ന പദ്ധതി ആരംഭിക്കാനും നടപടി. മാണി സി കാപ്പൻ MLAയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പൊതുഗതാഗത സൗകര്യം പരിമിതമായ ഗ്രാമീണ റൂട്ടുകൾ കണ്ടെത്തി നഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗത സംരംഭത്തിന് രൂപരേഖ തയ്യാറാക്കുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം മോട്ടോർ വാഹന വകുപ്പ് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർന്ന റൂട്ട് ഫോർമുലേഷൻ ജനസദസ്സിലേക്ക് നിരവധി പേർ നിർദ്ദേശങ്ങളുമായി എത്തി. പാലാ PWD റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. ഒരു സ്കീമാണ്. അതായത് ഗ്രാമീണ മേഖലയിൽ പെർമിറ്റ് ഇല്ലാത്ത KSRTC ഓടുന്നില്ലാത്തതായ സ്ഥലങ്ങളിൽ, മറ്റ് ബസ് സർവീസുകൾ ഓടുന്നില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ബസ്, ചെറിയ ബസ്, മിനി ബസ് അത് വാങ്ങിക്കുന്നതിന് 25 ലക്ഷം രൂപ വരെ KSRTC കൊടുക്കും. 2 പേർ ചേർന്നുള്ള സംരംഭമാകാം, ഇപ്പം റെസിഡൻസ് അസോസിയേഷനുകൾക്കാകാം, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാകാം, ആർക്കാണെങ്കിലും. ഒരു ഉദാഹരണം, നമുക്ക് എലവിയുടെ ജില്ലയിലേക്ക് വണ്ടിയില്ല, അങ്ങോട്ടുള്ള പെർമിറ്റ് കൊടുക്കാം. അത്തരം പെർമിറ്റുകൾ പെട്ടെന്നാക്കുന്നതിനും അതിന് വരുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും എന്ന പുതിയ എൻ്റർപ്രനേഴ്സിന് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്. KSRTCയിലെ റൂട്ടുകളെ കുറിച്ചുള്ള പരാതി നമുക്കിവിടെ ഇപ്പം ATOയ്ക്ക് കൊടുക്കാം. ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും പാസഞ്ചേഴ്സ് അസോസിയേഷൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കുവച്ചു. പുതിയ തൊഴിൽ മേഖല കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. ഗതാഗത രംഗത്ത് പുതിയ സംരംഭകർ ഉണ്ടായാൽ ഗ്രാമീണ റൂട്ടുകൾ നിശ്ചയിച്ച് പ്രത്യേക പെർമിറ്റുകൾ നൽകാനാണ് പദ്ധതിയെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ K അജിത് കുമാർ അറിയിച്ചു. പുതിയ സംരംഭകർക്ക് 25 ലക്ഷം വായ്പയും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പങ്കെടുത്തവർ വിവിധ റൂട്ടുകളിൽ സർവീസ് ഉണ്ടാവേണ്ട ആവശ്യകത യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. നികുതി ഇളവുകൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ പുതിയ സംരംഭകർ ഉണ്ടാവുമെന്ന് പലരും ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, ജിജി തമ്പി, സാജ പൂവത്താനി, ലിസമ്മ സെബാസ്റ്റ്യൻ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം, സതീഷ് ചൊള്ളാനി, ജനപ്രതിനിധികൾ, വിവിധ കക്ഷി നേതാക്കൾ, മോട്ടോർ വാഹന വകുപ്പ്, KSRTC, പോലീസ്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. KSRTC അധികൃതരുടെ നടപടികൾക്കെതിരെ പരാതികളുടെയും നിർദ്ദേശങ്ങളുടെയും പട്ടിക നിരത്തി ബഹുജനം. പാലായിൽ നടന്ന ജനസദസ്സിലെത്തിയവരുടെ ആവശ്യം മുടക്കിയ സർവീസുകൾ പുനരാരംഭിക്കണം, സർവീസുകൾ മുടക്കരുത്, കൂടുതൽ സർവീസുകൾ വേണം. മോട്ടോർ വാഹന വകുപ്പിന്റെ ജനസദസ്സിലെത്തിയവരുടെ പ്രധാന ആവശ്യം KSRTC സർവീസുകളായിരുന്നതിനാൽ MLAയുടെ നിർദ്ദേശാനുസരണം KSRTCയിലേക്ക് മാത്രമായി ചർച്ച സംഘടിപ്പിച്ചു. നിരവധി പരാതികളാണ് യോഗത്തിന് മുമ്പാകെ പരിഹാരം തേടിയെത്തിയത്. പരാതികൾ വിശദമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാമെന്ന് ATO യോഗത്തിൽ അറിയിച്ചു. ബസ്സുകളുടെയും ജീവനക്കാരുടെയും കുറവ് സർവീസുകളെ ബാധിക്കുന്നതായും സ്റ്റേ സർവീസുകൾക്ക് ജീവനക്കാർ തയ്യാറാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാർക്ക് രാത്രി വിശ്രമത്തിന് തൃപ്തികരമായ സൗകര്യം ലഭ്യമാക്കിയാൽ സ്റ്റേ സർവീസുകൾ ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. MLAക്ക് ലഭിച്ച പരാതികളും നടപടിക്കായി ATOയ്ക്ക് കൈമാറി. യാത്രക്കാരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുവാൻ മാണി സി കാപ്പൻ നിർദ്ദേശിച്ചു. രാമപുരത്തേക്ക് കൊണ്ടാട് വഴിയും ഏഴാച്ചേരി വഴിയും കാലങ്ങളായി ഓടുന്ന ഓർഡിനറി സർക്കുലർ സർവീസുകൾ നിർത്തലാക്കിയതിൽ സംഘടനാ ഭേദമന്യേ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ഏഴാച്ചേരി വഴി ഉണ്ടായിരുന്ന ബസ് അതേ സമയത്ത് തുടർന്നും സർവീസ് നടത്തുവാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ഉയർന്നു. ജീവനക്കാരുമായി സംസാരിച്ച ശേഷം സത്വരം നടപടി സ്വീകരിക്കാമെന്ന് ATO അറിയിച്ചു. മലയോര മേഖലയിലേക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും സർവീസുകൾ വേണമെന്ന് മേലുകാവ്, മൂന്നിലവ്, തലനാട് നിന്നുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. i4 ന്യൂസ്, പാലാ.